ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട എറ്റിയോസ് ആണ്. എറ്റിയോസ് ഏകദേശം 1,00,000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പെടൽ ഭയങ്കര ഹാർഡാണ്. ടൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റ്. നമ്മൾ പെട്രോൾ വേരിയൻ്റാണ് എങ്കിലും നമ്മൾ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലച്ച് അപ്ലൈ ആവുള്ളൂ. എന്താ വെച്ചാൽ ഇത് കേബിൾ ടൈപ്പാണ് വരുന്നത്. കേബിളിൻ്റെ ടൈറ്റ് അല്ല, അത് പ്രഷർ പ്ലേറ്റിൻ്റെ ടൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. വണ്ടി 2013 മോഡൽ വണ്ടിയാണ്, ഇതുവരെ മാറ്റിയിട്ടാണെന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറിൻ്റെ ടൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. എന്നാൽ നമ്മൾ ക്ലച്ച് ഗിയർ ബോക്സ് ഇളക്കുന്നുണ്ട്. ഇളക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്, എന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് ഞാൻ ക്ലച്ച് ഇറക്കിയിട്ട് ഞാൻ അതിനകത്ത് കാണിച്ചിട്ട്. അപ്പോൾ നമ്മളിതിൽ എടുത്തിരിക്കുന്നത് റിലീസ് ബെയറിങ്ങും അതുപോലെ ക്ലച്ചിൻ്റെ കേബിളും വന്നിട്ട് നമ്മൾ ഒറിജിനൽ തന്നെയാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതാണ് ക്ലച്ചിൻ്റെ റിലീസ് ബെയറിങ്, ഒറിജിനലിന് എടുത്തിരും. അതുപോലെ ക്ലച്ച് കേബിൾ നമ്മൾ ഒറിജിനൽ എടുത്തിരും. ക്ലച്ച് കേബിൾ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ മാരുതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 300-400 രൂപയ്ക്ക് വരും. ഇത് 1780 രൂപ വരും അതിൻ്റെ ക്ലച്ചിൻ്റെ കേബിൾ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു കമ്പനിയാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഡിസ്ക് എടുത്തിരിക്കുന്നത്. ഇത് കസ്റ്റമർ സപ്ലൈനാണ്, കസ്റ്റമർ തന്നെയാണ് എടുത്തിട്ട് വന്നത്. എന്താ അങ്ങനെ വരുന്നു. എന്തായാലും നമ്മൾ ഗിയർ ബോക്സ് ഇളക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കംപ്ലയിൻ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് വരുന്നത് ANL എന്ന് പറയുന്ന കമ്പനിയോടാണ് ഇതിനകത്ത് വരുന്നത്. പക്ഷേ നേരത്തെ ഒരു ഓയി വരുന്നത് തന്നെ വേണ്ട, മാറ്റിയിട്ടുണ്ടാവില്ല. ANL എന്ന് പറയുന്ന കമ്പനിയുടെയാണ് വരുന്നത്. ക്ലച്ച് പ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോകും. അതും ANL കമ്പനിയുടെയാണ് വരുന്നത്. ടൊയോട്ടയ്ക്ക് ബ്രാൻഡ് വേണ്ട, ഒട്ടും തന്നെ ഇല്ല, കംപ്ലീറ്റ് തേഞ്ഞു പോയിരിക്കുക. ക്ലച്ച് പക്ഷേ റേസിങ് നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തില്ല. ക്ലച്ച് പെഡൽ ഹാർഡായിട്ടാണ് കൂടുതൽ നമുക്ക് ഫീൽ ആയത്. അയച്ചു നോക്കുമ്പോൾ ക്ലച്ചും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. റിവറ്റ് അടക്കം ഉരഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. പക്ഷെ ഇത്രത്തോളം ആയിട്ട് ഒരു പൊടിക്ക് പോലും റേസ് ആകുന്നൊരു ഫീല് വണ്ടിക്കകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ക്ലച്ച് പെഡൽ ഹാർഡായിട്ട് കിട്ടി, പക്ഷേ എനിക്ക് റേസിങ്ങിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു. റിവറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞ് ഉരഞ്ഞോടിയിട്ടാണ് ഈ മാർക്കിങ് വന്നിരിക്കുന്നത്. നമ്മൾ ക്ലച്ചിൻ്റെ ഇതാണ് ഇപ്പോൾ നമ്മളെടുത്ത ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, റിലീസ് ബെയറിങ്, ക്ലച്ച് കേബിളടക്കം നമ്മളിതിനകത്ത് മാറുന്നുണ്ട്. എന്താ ഇനിയിപ്പോൾ ആദ്യം തന്നെ കേബിൾ അഴിച്ച് മാറ്റിയതിന് ശേഷം ബാക്കി ഗിയർ ബോക്സും കാര്യങ്ങളും കയറ്റാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കും, കുറച്ചുകൂടെ ഗ്യാപ്പ് നമുക്ക് കിട്ടും അഴിക്കാനും അഴിച്ച് മാറ്റാനും. ഇപ്പോൾ ക്ലച്ച് കേബിളും ഇതിനകത്ത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കേബിളും ഇതിനകത്ത് മാറ്റി തന്നെ ആക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറ്റിയില്ലെങ്കിൽ വീണ്ടും നമുക്ക് ക്ലച്ച് ടൈറ്റായിട്ട് തന്നെ ഇതിനകത്ത് ഫീൽ ചെയ്യും. കേബിൾ നമ്മൾ ഓയിൽ തന്നെ എടുക്കും. ഇപ്പോൾ നമ്മുടെ എറ്റിയോസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മാറ്റിയത് ക്ലച്ച് ഫുള്ളായിട്ട് ഓവർലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് പ്ലേറ്റ്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ തന്നെ റിലീസ് ബെയറിങ്, ക്ലച്ചിൻ്റെ കേബിൾ, ഇത്രയും സാധനമാണ് ഇതിനകത്ത് നമ്മൾ മാറ്റിയിട്ടുള്ളത്. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ചെറിയൊരു മിസ്സിങ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ എന്താ പറയുക, സ്പാർക്ക് പ്ലഗ് കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി വരും. എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കണത്. ഞാൻ നോക്കിയിട്ടില്ല. വണ്ടി എടുക്കുമ്പോൾ തന്നെ ഒരു ഫോൾട്ട് ഉണ്ട്. ഞാൻ കസ്റ്റമറുടെ അടുത്ത് ഇൻഫോം ചെയ്തതാണ്. ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ പ്ലഗും കൂടെ നോക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കണം. നോക്കിയിട്ടില്ല, വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടിരിക്കുകയാണ്.
അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രം, ചെറിയൊരു മിസ്സിങ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്. പിന്നെ റണ്ണിങ്ങിലൊന്നും നമുക്കൊന്നും തന്നെ ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രം ചെറിയൊരു മിസ്സിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഇപ്പോൾ പക്ക പെർഫെക്റ്റ്ലി ഓക്കെ ആയിട്ടുണ്ട്. വെച്ചാൽ ക്ലച്ചൊക്കെ നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു സുഖം എന്താണെന്നുള്ളത്. ഭയങ്കര ഫ്രീ ആണ്. പിന്നെ നമുക്ക് ഇനോവയെ പോലെ നമുക്ക് പക്ക എന്താ പറയുക ഒരു സ്മൂത്ത്നെസ് വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഹൈഡ്രോളിക് ക്ലച്ചാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രഷർ കൊടുത്താൽ മതി. ഇത് കേബിൾ ടൈപ്പാണ്. നമ്മൾ കൊടുക്കുന്ന ഇതിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു ഫീലിംഗ് നമുക്ക് ഇനോവയുടെ സംബന്ധിച്ചിടത്തോളം ആളും എറ്റിയോസിൻ്റെ പെട്രോൾ കുറച്ച് നമുക്ക് ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ക്ലച്ച് കംപ്ലീറ്റും പോയതാണ്. പക്ഷേ അത്രയും പോയിട്ടടക്കം നമുക്ക് ക്ലച്ച് റേസ് ആവണമെന്നൊരു ഫീലിംഗ് പോലും നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് ഓടിക്കുമ്പോൾ തന്നെ ക്ലച്ച് പെഡൽ ഹാർഡിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ക്ലച്ച് മാറ്റാന്നുള്ളൊരു രീതിക്ക് കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേങ്കിൽ പക്ക പോയതാണ്. റിവറ്റ് അടക്കം വരഞ്ഞ് കിടക്കുക. അത് എന്താ അറിയില്ല, റേസിംഗ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടേ ഇല്ല അത്. അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ പ്ലഗിൻ്റെ കാര്യം ഒന്ന് ഇതിനകത്ത് നോക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ക്ലച്ച് കേബിൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലച്ച് പെഡൽ ഫുള്ളായിട്ട് പൊക്കി വെച്ചിട്ട് വേണം. പെഡൽ നല്ലോണം നമ്മൾ ഒരാൾ ഹൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമുക്ക് അവിടെ നിന്ന് എന്താ പറയുക റിലീസ് ഫോർക്കിൻ്റെ അവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് നമുക്ക് പെഡലായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ വെച്ചിട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെഡൽ കിട്ടില്ല. പെഡൽ താന്ന് തന്നെ നിൽക്കുള്ളൂ. പിന്നെ അമർത്തി കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഒരാളെ പെഡൽ പൊക്കി പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ ഇപ്പോഴും വണ്ടി ഒരു മിസ്സിങ് വന്നിട്ട് ഓഫാകുന്നൊരു ഫീല് വന്നു. ഇപ്പം ഓഫാകുന്ന പോലെ ആയിട്ട് പിന്നെയും വണ്ടി എടുക്കുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അത് പ്ലഗിൻ്റെ ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ള അറിയില്ല. ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഞാൻ ക്ലച്ച് ഔട്ട് ചെയ്യപ്പം വണ്ടി ഓഫാകുന്നൊരു രീതിക്ക് പോയിട്ട് പിന്നെ അപ്പോൾ തന്നെ സ്റ്റാർട്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലച്ച് വിട്ടപ്പോൾ ആ ഒരു റണ്ണിങ്ങിൽ സ്റ്റാർട്ടായതാണ്. അതിന് ഒന്നുകൂടെ നോക്കാം. ഒരു വൈബ്രേഷനും മിസ്സിങ് എന്തോ ഉണ്ട്, ഒരു പ്രശ്നമുണ്ട്. അത് നമുക്ക് എന്തായാലും അത് ക്ലിയർ ചെയ്യണം. അത് നേരത്തെ ഉണ്ട് ആ കംപ്ലയിൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുന്നാണ് ടെസ്റ്റ് ഡ്രൈവിന് വന്നത്, നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാൻ വന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കസ്റ്റമറുടെ അടുത്ത് ഇതിനൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ബാക്കി ഇൻറ്റീരിയൽ കാര്യങ്ങളൊന്നും സൗണ്ടൊന്നുമില്ല, എല്ലാം പക്കയായിട്ടിരിക്കുന്നത്. സസ്പെൻഷൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും കസ്റ്റമർ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലോവർ ആമും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയതാണ് അതിനകത്ത് കിടക്കുന്നത്. അത് ഒറിജിനൽ തന്നെയാണ്. അത് കമ്പനി വിട്ടിട്ടാണ് ഫുൾ വർക്ക് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് എടുക്കുന്നതിന് തൊട്ട് മുന്നേ കമ്പനിയിൽ വിട്ട് ഫുൾ സർവീസ് കഴിഞ്ഞ വേണ്ടിയാണ്. പക്ഷേ ക്ലച്ചിൻ്റെ കാര്യം മാത്രം അവർ നോട്ട് ചെയ്തിട്ടുമില്ല. വേണ്ട, വണ്ടി ഓഫായി. ഇപ്പം കണ്ടില്ലേ, മിസ്സിങ്ങായി വണ്ടി ഓഫായി. ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒറ്റയടിക്ക് തന്നെ പിടിക്കുന്നുണ്ട്, പക്ഷേ വണ്ടി ഓഫായി പോകുന്നുണ്ട്. അല്ലേ, ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി ഓഫായി പോവാണ്. അതും കൂടെ നമുക്കൊന്ന് മിക്കവാറും പ്ലഗിൻ്റെ തന്നെ ആയിരിക്കുള്ളൂ, വേറെ കംപ്ലൈൻറ്റ് വരാനൊന്നും ഇല്ല ഇപ്പോൾ ഇതിനകത്ത്. അപ്പോൾ അതും കൂടെ നോക്കിയൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ബൈ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലച്ച് ഔട്ടുമ്പോൾ ഓഫായി പോകുന്നുണ്ട് കേട്ടോ. ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ കാര്യമായിട്ട് തന്നെ അതൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫാകുന്നുണ്ട് വണ്ടി. അപ്പോൾ എന്തായാലും ഒന്ന് കാര്യമായിട്ട് നോക്കണം. പക്ഷേ ഇത്രത്തോളം മിസ്സിങ് നേരത്തെ ഉണ്ടായിരുന്നില്ല, ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫാകുന്നൊരു ഫീലിങ്. പക്ഷെ ഇപ്പോൾ അത് അടിക്കടി വരുന്നുണ്ട്. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഓഫാകുന്ന പോലെ തോന്നുന്നുണ്ട്. അത് എന്തായാലും ക്ലിയർ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.